ഹലോ, ഇന്ന് സ്പെഷ്യലൊന്നല്ല കേട്ടോ, ഒരു സിമ്പിൾ മുട്ട റോസ്റ്റ്. അതിന് വേണ്ടി സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കളറൊന്ന് മാറി വരുമ്പോൾ 2 മീഡിയം സൈസ് സവോള, ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക. മുട്ട റോസ്റ്റിന് വേണ്ട മുട്ട നമ്മൾ ആദ്യമേ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 മുട്ടയാണ് നമ്മൾ എടുത്തേക്കണത്. അതിന് വേണ്ട ഗ്രേവിയാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ഇപ്പോൾ ഒന്ന് ചെറുതായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയും സവോളയൊക്കെ നല്ല പാകത്തിന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കണത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ മസാല ചേർത്തിട്ടില്ലാത്തവർ അങ്ങനെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് പൊടികളൊക്കെ മൂത്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണം. ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായി വറ്റി കുറുതായി വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. അവസാനമായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ വറ്റി നല്ല കുറുതായി വന്നു. അപ്പോൾ നമ്മൾ മുട്ട ഹാഫായിട്ട് പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ അതാ നല്ല സെറ്റായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണിത്. ചോറിനായാലും നല്ല ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക.